അറിയാതെയാണെങ്കിലും പണി ഇരന്ന് വാങ്ങുക എന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു രാവിലെ നോറയ്ക്ക്. അതായത് നമ്മുടെ നോറയെയും നമ്മുടെ ജിൻഡോയുടെ കൈ കെട്ടിക്കൊണ്ട് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടാസ്ക് നേരെ ചൊവ്വേ ചെയ്തില്ല. അത് എന്താണെന്ന് നമ്മൾ ലാലായിട്ട് ചോദിച്ചപ്പോൾ നമ്മുടെ നോറ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സ്മോക്കിംഗ് ഏരിയയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിലാണ് തനിക്ക് മൂഡ് ഓഫ് ആയി പിന്നെ ആ ടാസ്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞ ആൾ തന്നെ, അതായത് എനിക്ക് സ്മോക്കിംഗ് ഏരിയ പോകുന്നത് ഇഷ്ടമല്ല, സ്മോക്കിംഗ് എന്ന് പറഞ്ഞ കാര്യം ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ അനിയത്തിക്ക് ഒരു ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നത് തന്നെ ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞ ആൾ ഇന്ന് സാബുമോൾ സ്മോക്കിംഗ് ഏരിയയിൽ സ്മോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നിന്നുകൊണ്ട് പഴം കൊടുക്കുന്നു നമ്മുടെ സാബുമോന്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഡോയും ജാസ്മിനും കേട്ടോ. അവിടെ നിന്ന് അപ്പോൾ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ആർക്കും ശ്വാസമുട്ടോ ഹാർട്ടിന് വാലിന് പ്രശ്നമോ ഒന്നുമില്ല അല്ലേ. കാര്യം കറക്റ്റാണ്, ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരുന്ന് കൊടുക്കാവുന്ന പണികൾ അവർ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം നോറയ്ക്ക് ഇതൊരു പണിയാകും. ഇന്നല്ലെങ്കിൽ നാളെ ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ ആരെങ്കിലും എടുത്തിടും. എന്തായാലും ഇതിപ്പോൾ എടുത്തിട്ടത് നമ്മുടെ ജാസ്മിനാണ്. ജാസ്മിൻ നല്ല ഓർത്തിരുന്ന് പണി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും നോറ കറക്റ്റായിട്ട് കേട്ടു എന്നറിയില്ല, എന്തായാലും അത്യാവശ്യം ഉറക്കം തന്നെയാണ് ജാസ്മിൻ പറഞ്ഞത്. പക്ഷേ ഇത് ഇപ്പോൾ കേട്ടില്ലെങ്കിലും ഇനി നന്നായിട്ട് കേൾക്കേണ്ടി വരും. കാര്യം ഈ ഒരു കാരണം എടുത്തുകൊണ്ട് ജാസ്മിൻ ആണെങ്കിലും നമ്മുടെ ജിൻഡോ ആണെങ്കിലും ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാര്യം നോറയുടെ വായെന്ന് വരുന്ന പല കാര്യങ്ങളും ഇവരെ രണ്ടുപേരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ സിജോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ചേർന്ന് നോറയ്ക്കിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം നോറയുടെ കൈ ഇഴുപ്പ് അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കൂട്ടായിട്ട് നമ്മുടെ അൻസിബയും കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് നടക്കുന്നതെന്ന്. എന്തായാലും നോറയും അൻസിബയും എല്ലാം കൂടെ ചേർന്ന് പവർ റൂം എന്തായാലും ഒരു പരിദൂഷണ കമ്മിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പരിദൂഷണ കമ്മിറ്റിക്ക് ജാസ്മിനും ജിൻഡോയും തക്ക പണി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.